Hi friends, welcome to Maths class. In നമ്മൾ സം ആൻഡ് ടേംസ് എന്ന സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് തുകകളും പദങ്ങളും. സപ്പോസ് നമ്മളോട് ഒരു അരിതമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് 20 ടേംസിന്റെ സമ്മ് കാണാം, അല്ലെങ്കിൽ ഫസ്റ്റ് 15 ടേമിന് ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ എങ്ങനെയാണ്, അതിൻ്റെ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സം എങ്ങനെയാണ് കാണുന്നത് നോക്കാം. എന്താണ് കോൺസിക്യൂട്ടീവ് ടേം എന്ന് പറഞ്ഞാൽ? കോൺസിക്യൂട്ടീവ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്ത പദങ്ങൾ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 1, 2, 3 ഇതെന്താണ് 1, 2, 3 എന്നുള്ളത് എന്താണ്? അടുത്തടുത്ത പദങ്ങളാണ്. ഇതിനെയാണ് നമ്മൾ കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് പറയുന്നത്. സപ്പോസ് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 2, 3, 4 ഇതൊക്കെ എന്താണ്? അടുത്തടുത്ത പദങ്ങളാണ്. സപ്പോസ് നമുക്ക് ഇങ്ങനെ ആയാലോ, അടുത്തടുത്ത ഇരട്ട സംഖ്യകളായാലോ, അതായത് 2, 4, 6 ഇതിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം? അതേപോലെ അടുത്തടുത്ത നോക്കൂ 4, 5, 6 അല്ല 4, 6, 8 എന്താണ്? അടുത്തടുത്ത ഈവൺ നമ്പേഴ്സ് ആണ്. അല്ലെങ്കിൽ അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ് എങ്ങനെ എഴുതാം? 1, 3, 5. ഓക്കെ അല്ലേ? സോ നമ്മൾ ഇതിൻ്റെയൊക്കെ സം എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ 1, 2, 3 ഇതിൻ്റെ സമ്മ് നമ്മൾ എങ്ങനെ, ഇതിൻ്റെയൊക്കെ സമ്മ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ? ചെറിയ ചെറിയ നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാറ്? 1 + 2 + 3. ഇതിൻ്റെയോ 2 + 3 + 4 എന്ത് വരും? ഈക്വൽ ടു 6. ഇവിടെ എന്ത് വരും? ഈക്വൽ ടു 2 + 3 5, 5 + 4 9. ദെൻ 2, 4, 6 എന്ത് വരും? 2 പ്ലസ് ഇതിന്റെ സമയം എങ്ങനെ കാണാം? 2 + 4 + 6 ഈക്വൽ ടു എന്ത് വരും? 12. ഇനി ഇതോ 4 + 6 + 8 എന്ത് വരും? സമ്മ് 4 + 6 + 8 ഈക്വൽ ടു 80. ഇനി അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ്, അതായത് ഒറ്റ സംഖ്യകളുടെ സമ്മ് എങ്ങനെ കാണാം? 1 + 3 + 5 എന്ത് വരും? 1 + 3 4, 4 + 5 ഈക്വൽ ടു 9. സോ 9. നമുക്ക് ഇതിൻ്റെ സമ്മ് നമ്മൾ 1 + ഇതും ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സമ്മ് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ജനറൽ ആയിട്ട്, അതായത് ഇപ്പം നമ്മളിതൊരു എക്സാമ്പിൾ വെച്ചാണ് പറഞ്ഞത്, നമുക്കിത് ജനറൽ ആയിട്ട് എങ്ങനെ ഇതിൻ്റെ സമ്മ് എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ സമ്മിൻ്റെ എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത? ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഇതിൻ്റെ മിഡിൽ ടേം, ഇവിടുത്തെ ഫസ്റ്റ് കേസിൽ ഇതിൻ്റെ മിഡിൽ ടേം എന്താണ്? 2 അല്ലേ? ഇത് ഫസ്റ്റ് ടേം 1, ഇത് മിഡിൽ ടേം, ഇത് തേർഡ് ടേം, അങ്ങനെയല്ലേ നമ്മൾ പറയാറ്? സോ ഇതിൻ്റെ മിഡിൽ ടേം 2 ഇൻറ്റു എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് ഇവിടെ? അതായത് എത്ര ടേംസ് ഉണ്ട് ഇവിടെ? 3. അപ്പോൾ 3 × 2 ചെയ്യുമ്പോഴാണ് നമുക്ക് 6 എന്ന ആൻസർ കിട്ടുന്നത് അല്ലേ? ഈക്വൽ ടു 3 × 2. ഇനി ഇവിടെ എങ്ങനെ എഴുതാം? ഇതിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 3 ടേംസ് ആണുള്ളത്. ഇതിന്റെ മിഡിൽ ടേം എന്താണ്? 3. സോ ഈക്വൽ ടു 3 × 3 അല്ലേ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? 3 × 4. 3 × 4. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 3 × 6. 3 × 6. ഇവിടെയോ 3 നമ്പർ ഓഫ് ടേംസ് 3 ആണ്, അതിൻ്റെ മിഡിൽ ടേം 3 ആണ്. അപ്പോൾ 3 × 3. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സമ്മ് കാണാൻ നമ്മൾ എന്താ ചെയ്തത്? ഇതിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്, ഇവിടെ എത്ര ടേംസ് ഉണ്ട് അതേ ഇൻറ്റു അതിൻ്റെ മിഡിൽ ടേം ചെയ്താൽ മതി. സപ്പോസ് നമുക്കിനി ഇപ്പം നമ്മളിവിടെ എല്ലാം നമ്പർ ഓഫ് ടേംസ് 3 ആണ് വന്നത്, അതായത് 3 പദങ്ങളുടെ തുകയാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് 5 പദങ്ങളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു 5 പദം, അടുത്തടുത്ത 5 പദങ്ങൾ എടുക്കാം. സപ്പോസ് ഞാൻ 2, 4, 6, 8, 10 അടുത്തടുത്ത 5 ഇരട്ട സംഖ്യകളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സമ്മ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈക്വൽ ടു 2 + 4 + 6 + 8 + 10 അല്ലേ? ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 13 കിട്ടും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞൊരു റൂൾ എന്തായിരുന്നു? ഇവിടെ എല്ലാം എങ്ങനെ സമ്മ് കണ്ടത്? എത്ര നമ്പർ ഓഫ് ടേം ഉണ്ട് അതേ ഇൻറ്റു അതിൻ്റെ മിഡിൽ ടേം ചെയ്താൽ മതി.
സോ ഇവിടെ എങ്ങനെ ചെയ്യാം? നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 5 ആണ്. 5 ഇൻറ്റു ഇതിൻ്റെ മിഡിൽ ടേം എന്താ വരിക? 6 ആണ് അല്ലേ? ഇതാണ് ഇതിൻ്റെ മിഡിൽ ടേം വരിക. ഓക്കെ അല്ലേ? നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് അടുത്തടുത്ത ഓഡ് നമ്പേഴ്സിൻ്റെ സം എങ്ങനെ വരുന്നത് നോക്കാം. 1, 3, 5, 7 and 9. ഇപ്പോൾ നമ്മളിവിടെ അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സം എങ്ങനെയാണ് കാണാം? എങ്ങനെ കാണുമെന്ന് പറഞ്ഞു നോക്കൂ. 1 + 3 + 5 + 7 + 9 = എന്ത് വരും? 25 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് അതേ ഇൻറ്റു അതിൻ്റെ മിഡിൽ ടേം ആണെന്ന് പറയാം അല്ലേ? ഇവിടെ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു മിഡിൽ ടേം 5. അതിൻ്റെ സമ്മ് കാണാൻ പറഞ്ഞ അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? അതിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് നോക്കും. അതേ ഇൻറ്റു അതിൻ്റെ മിഡിൽ ടേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു സീക്വൻസിൻ്റെ സമ്മ് കിട്ടും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ നമ്പർ ഓഫ് ടേം എന്തായിരിക്കണം? ഇവിടെ നമ്മൾ 3 അതേപോലെ 5 ആണ് എടുത്തത്. നെക്സ്റ്റ് നമ്മൾ 7 ആണ് എടുക്കുക. അപ്പോൾ ഇവിടെ എടുക്കുന്നത് കാരണം ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ടേംസ് എടുക്കുന്നത് ഓഡ് നമ്പേഴ്സ് ആണ്. അതായത് ഒറ്റ സംഖ്യ, നമ്പർ ഓഫ് ടേംസ് ഒറ്റ സംഖ്യ വന്നാലാണ് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അപ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ മിഡിൽ ടേം, ഒറ്റ സംഖ്യ ആകുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ മിഡിൽ ടേം കറക്റ്റായിട്ട് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ 4 ആണെങ്കിൽ അതിൻ്റെ മിഡിൽ നമ്പർ നമുക്ക് പറയാനായിട്ട് പറ്റില്ല, കൃത്യമായി പറയാൻ പറ്റില്ല. സോ നമ്മൾ അതുകൊണ്ട് ഈവൻ നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യില്ല. ഓഡ് നമ്പേഴ്സ് ആണ് അതിൻ്റെ നമ്പർ ഓഫ് ടേം എങ്കിൽ, അതായത് അതിലെ ടേമിൻ്റെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്പർ ഓഫ് ടേം ഇൻറ്റു മിഡിൽ ടേം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? അതിൻ്റെ സമ്മ് കിട്ടുന്നത്. ഇനി നമ്മളിപ്പോൾ ഇതൊരു എക്സാമ്പിൾ വെച്ചാണ് പറയുന്നത്. നമുക്കിതൊന്ന് ജനറലായിട്ട് എല്ലാ കേസിലും നമ്മൾ എടുക്കുന്നത് ജനറലായിട്ട് നമുക്കിത് പറയാം. ഇപ്പോൾ ജനറലായിട്ട് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയാറ്? നമ്മൾ ഈ സ്ഥാനത്തൊക്കെ ഇവിടെ നമ്പേഴ്സിന് പകരം നമ്മൾ എന്തെടുക്കുക? എക്സ് ആണ് എടുക്കുക അല്ലെ? എക്സ്, x - 1, x + 1 അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. സോ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. സപ്പോസ് നമുക്കിപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേം എന്താണ്? മിഡിൽ ടേമിന് നമുക്ക് എക്സ് എന്ന് വിളിക്കാം. എക്സ്, മിഡിൽ ടേം എക്സ്. മിഡിൽ ടേം എക്സ് ആണെങ്കിൽ ഈ നമ്പറിനെ ഫസ്റ്റ് ടേമിന് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എങ്ങനെ എഴുതാം? എക്സ് എന്ന് 2 എന്ന് പറയുന്നത് എക്സ് ആക്കി എടുക്കുകയാണ് നമ്മൾ. ജനറലായിട്ട് പറയാനാണ്, എല്ലാത്തിനും പൊതുവായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. സോ നമ്മൾ 2ന് മിഡിൽ ടേമിന് എക്സ് എന്ന് എടുത്താൽ ഈ ഫസ്റ്റ് ടേമിന് എന്താ വരിക? എക്സിൽ നിന്നും, അതായത് 2വിൽ നിന്നും 1 കുറയ്ക്കുക ചെയ്യുന്നത് അല്ലേ? 1 എന്ന് പറഞ്ഞാൽ ഇവരുടെ കോമൺ ഡിഫറൻസ് ആണ് കുറക്കുന്നത്. സോ എക്സ് മൈനസ് ഡി, അതിൻ്റെ കോമൺ ഡിഫറൻസ് കുറച്ചതാണ് ഇത് അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് ഡി എന്ന് എഴുതാം അല്ലേ? ഇനി ഈ ടേമിനെയോ, തേർഡ് ടേമിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എക്സിൽ നിന്നും 1 ടൈംസ് അതിൻ്റെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് നമുക്ക് തേർഡ് ടേം കിട്ടുന്നത്. അപ്പോൾ എക്സ് പ്ലസ് ഡി എന്ന് എഴുതാം. തേർഡ് ടേമിനെ നമുക്ക് എക്സ് പ്ലസ് ഡി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? സോ അങ്ങനെ ഇനി നമുക്ക് ഇതിനൊന്ന് പറഞ്ഞു നോക്കൂ. ഇവിടെ എങ്ങനെ വരും? എക്സ്, മിഡിൽ ടേമിനെ നമ്മൾ എക്സ് ആക്കി എടുത്തു. ഫസ്റ്റ് ടേം എന്ത് വരും? എക്സ് മൈനസ് ഡി. തേർഡ് ടേമോ എക്സ് പ്ലസ് ഡി. ഓക്കെ, ഇപ്പം ഇതൊന്ന് പറയൂ. എക്സ് എക്സ് മൈനസ് ഡി, ഇതെന്ത് വരും? എക്സ് പ്ലസ് ഡി. അത് നമുക്ക് ഇതൊക്കെ എഴുതാം. ഇനി ഇവിടെ 5 ടേം ഉണ്ടാകുമ്പോൾ എങ്ങനെ എഴുതാം? നമ്മൾ മിഡിൽ ടേം എക്സ് ആക്കി എടുത്തു. ഇത് എക്സ് മൈനസ് ഡി. 2 എന്ത് വരും? എക്സിൽ നിന്നും 1 പ്രാവശ്യം അതിൻ്റെ കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേം കിട്ടും, സെക്കൻഡ് ടേം. ഇനി ഈ ടേം കിട്ടണമെങ്കിൽ എത്ര പ്രാവശ്യം അതിൻ്റെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം, അല്ല സബ്ട്രാക്ട് ചെയ്യണം? 2 ടൈംസ്. അപ്പോൾ എക്സ് മൈനസ് 2d ആണ് വരിക. എക്സ് മൈനസ് 2d ആണ് വരിക. ഇവിടെ ആണെങ്കിലോ എക്സ് പ്ലസ് ഡി, 1 ടൈംസ് അതിൻ്റെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ടേം കിട്ടുന്നത്, അതായത് 8 കിട്ടുന്നത്. ഇനി 10 കിട്ടണമെങ്കിലോ എക്സിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 2 പ്രാവശ്യം ആഡ് ചെയ്യണം. അങ്ങനെ പോകും. ഇനി ഇവിടെ ടേം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതും? എക്സ് മൈനസ് 3d എന്ന് എഴുതും. ഇവിടെ ആണെങ്കിൽ എക്സ് പ്ലസ് 3d എഴുതും. അങ്ങനെ എഴുതിപ്പോകും. സോ അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മളിപ്പോൾ അടുത്തടുത്ത പദങ്ങളുടെ സമ്മ് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി കുറച്ച് എക്സാമ്പിളുകൾ ഇവിടെ പറഞ്ഞതാണ്.
നമുക്ക് അതിനൊരു ഇക്വേഷൻ കണ്ടെത്തണം. സമ്മ് കാണാൻ, അടുത്തടുത്ത പദങ്ങളുടെ സമ്മ് കാണാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ കണ്ടെത്തണം. അപ്പോൾ അടുത്തടുത്ത പദങ്ങളുടെ നമ്പർ, അടുത്തടുത്ത പദങ്ങൾ ഇപ്പോൾ 3, അതുപോലെ 5, അതുപോലെ 7. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ അടുത്തടുത്ത പദങ്ങൾ 3, 5, 7. അതായത് ഓഡ് നമ്പേഴ്സ് ആണ് അതിൻ്റെ നമ്പർ ഓഫ് ടേംസ് എങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഇപ്പോൾ കിട്ടി. എന്താണ്? അതിൽ എത്ര നമ്പർ ഓഫ് ടേം ഉണ്ട് അതേ ഇൻറ്റു മിഡിൽ ടേം ചെയ്താൽ മതി എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ കുറച്ച് എക്സാമ്പിളുകൾ ചെയ്ത് കാണിച്ചതാണ് ഇത്. ഇനി നമുക്കിത് ജനറൽ ആയിട്ട് പറയണം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്തത്? ഇത് നമ്മൾ ഈ മിഡിൽ ടേം നമ്മൾ ജനറൽ ആയിട്ട് പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ എക്സ് എന്ന് കൊടുത്തത്. മിഡിൽ ടേമിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തത്. ഇതിന് എക്സ് ആണെങ്കിൽ ഈ ടേം എങ്ങനെ എഴുതാം? ഇതിൽ നിന്നും ഒരു ടൈംസ് അതിന്റെ കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്തത്. സോ എക്സ് മൈനസ് ഡി. ഇതെന്ത് വരും? എക്സിൽ നിന്നും ഒരു ടൈംസ് അതിന്റെ കോമൺ ഡിഫറൻസ് കൂട്ടിയത്, പൊതുവ്യത്യാസം ആഡ് ചെയ്തത്. അപ്പോൾ എക്സ് പ്ലസ് ഡി. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എഴുതുക. ഒരു നമ്പറിനെ ജനറൽ ആയിട്ട് പറയുമ്പോൾ, ഒരു അടുത്തടുത്ത പദങ്ങളെ ജനറൽ ആയിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? എക്സ് മൈനസ് ഡി, എക്സ് പ്ലസ് ഡി. അതിന്റെ കോമൺ ഡിഫറൻസ് ഒരു ടൈംസ് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 4 കിട്ടുന്നത്. അപ്പോൾ എക്സ് മൈനസ് ഡി. പിന്നെ കോമൺ മിഡിൽ ടേമിൽ നിന്നും 2 പ്രാവശ്യം അതിന്റെ കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫസ്റ്റ് ടേം കിട്ടിയത്. അപ്പോൾ എക്സ് മൈനസ് 2d. ഇവിടെ എക്സ് പ്ലസ് ഡി, അതൊരു ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ ടേം കിട്ടി. അങ്ങനെ നമുക്ക് ഓരോ ടേമിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയാണ് ഇവിടെ പറഞ്ഞത്. നമ്മളിപ്പോൾ ഇനി ഇത് ജനറലൈസ് ചെയ്ത് പറയാൻ പോവുകയാണ്. നമ്മുടെ ഒരു സീക്വൻസ്, നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസിൽ 3 നമ്പേഴ്സ്, അടുത്തടുത്ത 3 നമ്പേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എക്സ് മൈനസ് ഡി, എക്സ് പ്ലസ് ഡി. ഇതിന്റെ സമ്മിന്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? സം ഈക്വൽ ടു, സമ്മിനെ നമ്മൾ എസ് അല്ലെങ്കിൽ എസ് എൻ എന്നാണ് ഡിനോട്ട് ചെയ്യുക. എസ് എൻ ഈക്വൽ ടു 3x. ഇതാണ് നമ്മുടെ സം. അതായത് 3, ഇവിടെ നമ്പർ ഓഫ് ടേംസ് 3 ആണ്. 3 ഇൻറ്റു അതിൻ്റെ എത്രയാണ് അതിൻ്റെ മിഡിൽ ടേം? സോ 3 ഇൻറ്റു എക്സ്. ഇനി ഈ ഒരു സീക്വൻസിൽ നമ്മുടെ അടുത്ത് 5 പദങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സമ്മ് കാണാം? നമ്മുടെ സം എന്ത് വരും? സപ്പോസ് ഈ സീക്വൻസിലെ നമ്പേഴ്സ് എക്സ് മൈനസ് 5 ടേംസ് ഉണ്ട്. അതായത് എക്സ് മൈനസ് 2d, എക്സ് മൈനസ് ഡി, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d. ഇങ്ങനെ 5 ടേംസ് ഉണ്ടെങ്കിൽ ഇതിന്റെ സം എന്താ വരിക? സം ഈക്വൽ ടു അതായത് എസ് എൻ ഈക്വൽ ടു 5 ഇൻറ്റു മിഡിൽ ടേം. ഇനി 7 ടേംസ് ആണുള്ളതെങ്കിലോ 7 ഇൻറ്റു മിഡിൽ ടേം. അപ്പം എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് അതേ ഇൻറ്റു മിഡിൽ ടേം ആണ് നമ്മുടെ സം എന്ന് പറയുന്നത്. സം ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് ടേം ഇൻറ്റു മിഡിൽ ടേം. ഇതാണ് നമ്മുടെ എന്ത്? മിഡിൽ ടേം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്പർ ഓഫ് ടേമിന് നമുക്ക് n എന്നും മിഡിൽ ടേമിന് നമുക്ക് എക്സ് എന്നും ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു n ഇൻറ്റു എക്സ് എന്ന് വരും. സപ്പോസ് നമുക്ക് ഇതിന്റെ മിഡിൽ ടേം അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? n ഇൻറ്റു എവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേമിൻ്റെയും ലാസ്റ്റ് ടേമിൻ്റെയും എവറേജ് എടുക്കും. എവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം. ഈ എവറേജ് എങ്ങനെ കാണുന്നത്? സം ഓഫ് ടേം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എവറേജ് കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു എവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ x1 പ്ലസ് xn ഡിവൈഡഡ് ബൈ 2. നമ്മൾ ഫസ്റ്റ് ടേമിനെ x1 എന്നും ലാസ്റ്റ് ടേമിനെ xn എന്നും അല്ലേ ഡിനോട്ട് ചെയ്തിരുന്നത്? x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, xn എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ടേം. സോ x1 പ്ലസ് xn ബൈ 2 എന്ന് എഴുതാം. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്ത് പറയാം. അതായത് ഒരു അരിതമെറ്റിക് സീക്വൻസിലെ നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ അതിലെ പദങ്ങളുടെ എണ്ണം അതായത് ഇപ്പോൾ ഇവിടെ 1 2 3 3 പദമാണുള്ളത് അല്ലേ? അതുപോലെ 1 2 3 4 5 എത്ര പദമുണ്ട്? 5 പദമുണ്ട്. അങ്ങനെ പദങ്ങളുടെ എണ്ണം ഒരു ഒറ്റ സംഖ്യ ആയാൽ, അതായത് 3 5 7 അങ്ങനെയുള്ള ഒറ്റ സംഖ്യ ആയാലുള്ള ആ ഒരു സീക്വൻസിന്റെ, ആ ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്താ പഠിച്ചത്? സം ഈക്വൽ ടു നമ്പർ ഓഫ് ടേം ഇൻറ്റു മിഡിൽ ടേം. എത്ര നമ്പർ ഓഫ് ടേം അതിലുണ്ട് ഇൻറ്റു മിഡിൽ ടേം ചെയ്യാം.
അപ്പോൾ ഈ ഇങ്ങനെ ഒറ്റസംഖ്യ ആയാൽ മാത്രമേ നമുക്ക് അതിന്റെ മിഡിൽ ടേം കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഈവൺ നമ്പർ ആണെങ്കിൽ നമുക്ക് ഒരു സീക്വൻസിന്റെ ഈവൺ നമ്പർ ആണ് നമുക്ക് നമ്പർ ഓഫ് ടേമെങ്കിൽ അതിന്റെ മിഡിൽ ടേം നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഡ് നമ്പറിന്റെ കേസ് ആദ്യം എടുത്തത്. അപ്പോൾ നമ്പർ ഓഫ് ടേം ഇൻറ്റു മിഡിൽ ടേം. അപ്പോൾ നമുക്ക് n ഇൻറ്റു എക്സ്, നമ്മൾ മിഡിൽ ടേമിന് കൊടുത്ത ലെറ്റർ എക്സ് എന്നായിരുന്നു. അപ്പോൾ എക്സ് എന്ന് കൊടുത്തു, n ഇൻറ്റു എക്സ്. ഇനി നമുക്കിപ്പോൾ മിഡിൽ ടേം അറിയില്ല. സപ്പോസ് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമുമാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കുക? അതിൻ്റെ എവറേജ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം എടുത്താൽ മതി. സപ്പോസ് നമുക്കിപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് മൂന്നാമത്തെ പദമായിരിക്കാം, അല്ലെങ്കിൽ അഞ്ചാമത്തെ പദമായിരിക്കാം. അപ്പോൾ ഏത് പദമാണെങ്കിലും നമ്മൾ അതിനെ xn എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. അതുകൊണ്ടാണ് x1 പ്ലസ് xn ബൈ 2 എന്ന് എഴുതിയത്. അതായത് അതിന്റെ എവറേജ് എടുത്തു. എവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ടേം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേം. എത്ര ആ ടേമുകളുടെ സമ്മ് ചെയ്യാം ഡിവൈഡഡ് ബൈ അതിന്റെ നമ്പറിനെ, അതുകൊണ്ട് നമ്പർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. അതാണ് എവറേജ്. സോ എവറേജ് ഈക്വൽ ടു സം ഓഫ് ടേം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേം ആണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതി x1 പ്ലസ് xn ബൈ 2 എന്ന് എഴുതി. ഇനി ഈ 2 എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ n ബൈ 2 x1 പ്ലസ് xn എഴുതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ നമ്പർ ഓഫ് ടേം ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് നമ്പർ ഓഫ് ടേം ഇൻറ്റു മിഡിൽ ടേം, ഇതൊരു ഇക്വേഷൻ. പിന്നെ ഇതൊരു ഇക്വേഷൻ n ബൈ 2 x1 പ്ലസ് xn. രണ്ട് ഇക്വേഷൻ ആണ് നമുക്ക് അറിയാവുന്നത്. ഈ രണ്ട് ഇക്വേഷനും എല്ലാവരും ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 10 ആണെന്നും ആ ഒരു സീക്വൻസിന്റെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 215 ആണെന്നും തന്നിട്ടുണ്ട്. അതായത് S5 എന്ന് പറയാം. ആദ്യത്തെ 5 പദങ്ങളുടെ തുക നമുക്ക് S5 എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 6 പദങ്ങളുടെ തുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? S6. ആദ്യത്തെ 7 പദങ്ങളുടെ തുകയാണെങ്കിൽ S7. അങ്ങനെയാണ് എഴുതാറ്. അപ്പോൾ ആദ്യത്തെ 5 പദങ്ങളുടെ തുക അതായത് S5 ഈക്വൽ ടു 215 ആണെന്നും തന്നിട്ടുണ്ട്. നമ്മളോട് ഈ ഒരു സീക്വൻസ് ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്, ആദ്യത്തെ 5 പദങ്ങളുടെ തുകയും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 5 പദങ്ങളുടെ തുക അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ടേംസ് കിട്ടും അല്ലേ? നമ്പർ ഓഫ് ടേംസ്. നമുക്ക് നമ്പർ ഓഫ് ടേം എന്ത് എഴുതാം? നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? ഈക്വൽ ടു 5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടേമും സമ്മും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? സം ഈക്വൽ ടു സം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് ടേം ഇൻറ്റു മിഡിൽ ടേം. ഓക്കെ അല്ലേ? മിഡിൽ ടേം. അപ്പോൾ മിഡിൽ ടേം. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് നമ്പർ ഓഫ് ടേമും കൊടുക്കാം സമ്മും കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മിഡിൽ ടേം കിട്ടും. സോ ഒന്ന് ചെയ്ത് നോക്കാം. ഈക്വൽ ടു നമ്പർ ഓഫ് ടേം എത്രയാണ്? 5. സമ്മ് എത്രയാണ്? സം ഈക്വൽ ടു 215 ആണ്. 250 ഈക്വൽ ടു 5 ഇൻറ്റു മിഡിൽ ടേം. മിഡിൽ ടേമിൽ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. സോ 5x ഈക്വൽ ടു 215. ഞാൻ ഈ എക്സിനെ 5xനെ ഇപ്പുറത്തേക്ക് കൊണ്ട് 215 അപ്പുറത്തേക്ക് എഴുതി. സോ എക്സ് ഈക്വൽ ടു 215 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു എന്ത് വരും? 15. അപ്പോൾ 215 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമുക്ക് 15 എന്ന ആൻസർ കിട്ടും. അപ്പം നമുക്ക് ഇവിടെ മിഡിൽ ടേം കിട്ടി. സോ മിഡിൽ ടേം ഈക്വൽ ടു എന്ത് വരും? therefore നമ്മുടെ മിഡിൽ ടേം എന്താണ്? therefore നമ്മുടെ മിഡിൽ ടേം എന്ത് കിട്ടി? മിഡിൽ ടേം ഈക്വൽ ടു 15. സോ നമുക്കിപ്പോൾ ഈ സീക്വൻസിന്റെ മിഡിൽ ടേം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ടേമും സമ്മും നമ്പർ ഓഫ് ടേം നമുക്ക് അറിയായിരുന്നു, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ മിഡിൽ ടേം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് മിഡിൽ ടേം, അപ്പോൾ ഈ ഒരു സീക്വൻസിന്റെ മിഡിൽ ടേം എന്താ വരിക? x3. നമുക്ക് x3 ഈക്വൽ ടു എന്ത് കിട്ടി? 15 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഇവിടെ 5 ടേം ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ മിഡിൽ ടേം ഈസി ആയിട്ട് പറയാം. 3rd ടേം ആയിരിക്കും അതിന്റെ മിഡിൽ ടേം എന്ന്. പക്ഷെ നമുക്ക് വലിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ അതിന്റെ മിഡിൽ ടേം കാണെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ട്. എന്ത് ചെയ്താൽ മതി? അതിൽ എത്ര നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേംസിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. നമ്പർ ഓഫ് ടേമിന്റെ കൂടെ നമ്പർ ഓഫ് ടേം നമുക്ക് എത്രയാണോ തന്നിട്ടുള്ളത് അതേ പ്ലസ് 1 ചെയ്യാം, ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് അതിനെ ആ കിട്ടുന്ന ആൻസറിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കിട്ടുന്ന ആ ഒരു ആൻസർ ആയിരിക്കും അതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ ഒരു ട്രിക്ക് ഉള്ളത്. സോ നമുക്കപ്പോൾ ഇതിന്റെ 3rd ടേമും കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ 2nd ടേം കണ്ടുപിടിച്ചൂടെ? 2nd ടേം എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ എവറേജ് കണ്ടാൽ മതി അല്ലേ? സോ എവറേജ് കാണാൻ എങ്ങനെയാണ്? 10 പ്ലസ് 15 ഡിവൈഡഡ് ബൈ
2 ഈക്വൽ ടു 16/2 ഈക്വൽ ടു 13. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ടേമും കിട്ടി 13. ഇനി നമുക്ക് ഫസ്റ്റ് 3 ടേംസ് അറിയാമെങ്കിൽ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു എന്ത് വരും? 15 മൈനസ് 13 ഈക്വൽ ടു 20. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കിട്ടി. ഏതെങ്കിലും ഒരു 2 ടേംസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഡി ഈക്വൽ ടു 20 എന്ന് കിട്ടി. 15 ആഡ് ചെയ്യുമ്പോൾ 17, അതുപോലെ 17 20 ഈക്വൽ ടു 19. അപ്പോൾ നമുക്ക് ഈ ഒരു സീക്വൻസിൽ, അപ്പോൾ നമ്മൾ ഈ സീക്വൻസ് ഫോം ചെയ്തില്ലേ? എന്താണ്? 10, 30, 15, 17, 19. അപ്പോൾ നമുക്ക് ഈ ഒരു സീക്വൻസ് കിട്ടി. അപ്പോൾ എന്തായിരുന്നു? അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? നമുക്ക് ഫസ്റ്റ് ടേമും ആദ്യത്തെ S5ഉം, അതായത് ആദ്യത്തെ 5 പദങ്ങളുടെ തുകയും അറിയാമായിരുന്നു. അതായത് ആദ്യത്തെ 5 പദങ്ങൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് ടേംസ് 5. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സമ്മും നമ്പർ ഓഫ് ടേമും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് അറിയാമായിരുന്നു. നമ്മൾ പഠിച്ചതാണ് സം ഈക്വൽ ടു നമ്പർ ഓഫ് ടേം ഇൻറ്റു മിഡിൽ ടേം. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിച്ചു. മിഡിൽ ടേം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ ഇതിൻ്റെ അവറേജ് കണ്ടിട്ട് സെക്കൻഡ് ടേം കണ്ടുപിടിച്ചു. സെക്കൻഡ് ടേം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ കോമൺ ഡിഫറൻസ്, ഈ ഫസ്റ്റ് 3 ടേംസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ കോമൺ ഡിഫറൻസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ഡി ഈക്വൽ ടു 20 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ആ കോമൺ ഡിഫറൻസ് ഉപയോഗിച്ച് അതിൻ്റെ 4th ടേമും 5th ടേമും കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ ഈ ഒരു സീക്വൻസ് ഫോം ചെയ്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഈവൺ, അപ്പോൾ നമ്മളിപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. ഇനി നമുക്ക് ഈവൺ നമ്പർ ആണ് അതിൻ്റെ നമ്പർ ഓഫ് ടേംസ് വരുന്നതെങ്കിൽ, ഈവൺ നമ്പർ ആണ് അതിൻ്റെ നമ്പർ ഓഫ് ടേംസ് വരുന്നതെങ്കിൽ അതിൻ്റെ സമ്മ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.